പീഡാനുഭവ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധവാര ദിവസങ്ങളിൽ കർത്താവ് മരണത്തോടടുക്കുമ്പോൾ ഇനിയും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് ഈശോയ്ക്ക് ബോധത്തിലും അവബോധത്തിലും നല്ല ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യരോട് യേശു ആവശ്യപ്പെടുന്നത്, എൻ്റെ കൂടെ 1 മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കുമോ, എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമോ എന്നൊക്കെ. ഒറ്റയ്ക്ക് ഈ ഒരു ഭാരം, തൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഭാരം ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുമോ എന്നൊരു മാനുഷിക തലത്തിൽ കർത്താവിനുണ്ടായിരുന്നിരിക്കാം. പരസ്യജീവിതകാലത്തൊക്കെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ഈശോയ്ക്ക് ഇപ്പോൾ ആരുടെയൊക്കെ ഒരു കൂട്ട് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം ആവശ്യമുണ്ട് എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. സുവിശേഷങ്ങൾ പലയിടത്തും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, ഈശോ ഒറ്റയ്ക്ക് മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി, പ്രഭാതത്തിൽ ഈശോ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെ നമുക്ക് പലയിടത്തും സുവിശേഷങ്ങളിൽ വായിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ പരസ്യജീവിതകാലത്ത് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിരുന്ന ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം ആഗ്രഹിച്ച അത്രയധികം മനോവ്യതയിലൂടെ കടന്നുപോയ രംഗങ്ങളാണ് ഈ വിശുദ്ധവാര ആഴ്ചകളിലൊക്കെ. 3 തവണയാണ് ഈശോ വന്ന് ശിഷ്യരോട് ചോദിക്കുന്നത്, എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ എന്ന്. എല്ലാ ദിവസവും രാത്രി മർത്തയുടെയും മേരിയുടെയും ലാസറിൻ്റെയും വീട്ടിൽ യേശു എത്തുകയും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗം നമുക്ക് സുവിശേഷങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകും. ഈ വിശുദ്ധവാര ദിവസങ്ങളിലൊക്കെ ഈശോ എല്ലാ ദിവസവും വിശ്രമിച്ചിരുന്നത് ലാസറിൻ്റെ വീട്ടിലായിരുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ പീഡാനുഭവത്തിൻ്റെ തീവ്രത ഏറ്റവും പാരമ്യത്തിൽ അറിയാമായിരുന്ന യേശു തൻ്റെ സഹന നാഴികകളിലേക്ക് നടന്നെടുക്കുമ്പോൾ ഇടറാതിരിക്കാൻ പ്രിയപ്പെട്ടവരുടെ കൂട്ടും പ്രാർത്ഥനയും യാചിക്കുന്ന രംഗമാണ് ഇവിടെ. ഇന്നും യേശു അനുദിനം ക്രൂശിക്കപ്പെടുന്നുണ്ട്, സഭയിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലുമൊക്കെ. പൗലോസ്ലീഹ എഴുതിയിരിക്കുന്ന പോലെ, സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശു ആഗ്രഹിക്കുന്നത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാനായിട്ട് സാധിക്കുമോ? 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ ആവശ്യപ്പെട്ടവൻ്റെ കൂടെ ഒരു നോമ്പുകാലം മുഴുവൻ ഉണർന്നിരിക്കാനുള്ള അവൻ്റെ അതിതീവ്രമായ പീഡകളോട് ചേർന്ന് അവനെ ധ്യാനിക്കാനും ആത്മാവിൽ അവിടുത്തോട് ഉണർന്നിരിക്കുവാനുമുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ ഈ വിശുദ്ധവാര പീഡാനുഭവ ചരിത്ര പഠനം.